ഹലോ ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പഞ്ചമി സ്റ്റിച്ച്. ഞാൻ ക്യാമറയിൽ നോക്കി നടന്നാൽ വല്ല വണ്ടിക്കാരും എന്നെ കൊണ്ടുപോകും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ ഒരു സൂപ്പർ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓൾറെഡി എൻ്റെ ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇപ്പം ഡ്യൂട്ടിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നടുറോടി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കുറച്ച് ചളുപ്പും ചമ്മലും ഒക്കെ മാറട്ടെ. പബ്ലിക്കിൽ വീഡിയോ എടുക്കാൻ എനിക്ക് വലിയ മടിയാണ്. അപ്പോൾ ഇന്ന് എന്നെക്കൊണ്ട് പറ്റാവുന്ന എൻ്റെ ഒരു ദിവസത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിക്കണം. ഞാനും ഏട്ടനും കൂടെയാണ് രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നത്. ഇന്നിട്ട് പയ്യാണ് നടന്നു വരുന്നത്. കാരണം 7:27 ബസ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന 7:12. ഞങ്ങൾ പറക്കുകയാണ്. രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. എഴുന്നേൽക്കുമ്പോൾ താമസിക്കും. പിന്നെ ഭയങ്കര തിരക്ക് പിടിച്ചിട്ടാണ് റെഡിയാവുന്നത്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാനുള്ള സാവകാശം കിട്ടിയില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഞാൻ റോഡ് ക്രോസ് ചെയ്യാറുണ്ട്. ഞാൻ ക്യാമറ കട്ടാക്കി. അപ്പോൾ ഇന്നത്തെ ദിവസം വലിയ തിരക്കില്ലാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഓഫീസിൽ. അപ്പോൾ തിരക്കില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത്. തിരക്കില്ലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാവിലെ എനിക്ക് 1-2 പോകാനുണ്ട്. മാമംഗലം വരെ പോകണം, അവിടുന്ന് പാലാരിവട്ടം പോകണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിലേക്ക് പോകുള്ളൂ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ബസ് വരട്ടെ. ഞങ്ങളിത് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാം. മാമംഗലം വരെ വരണം. മാമംഗലത്തൂടെ ഞാൻ നടന്നു പോകാം. എന്നിട്ട് ചെറിയ ആവശ്യങ്ങളുണ്ട്. അത് ഇപ്പം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. റിവീൽ ചെയ്യാം. കാരണം അത് റിവീൽ ചെയ്യുന്നതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് റിവീൽ ചെയ്യേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ പലർക്കും സർപ്രൈസ് ആയിരിക്കും. ഓക്കെ, ഞങ്ങൾ 1-2 പേർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അത് സർപ്രൈസ്. ഓക്കെ, അത് ഞാൻ പറയാം. ഞാനിപ്പോൾ എൻ്റെ ഹലോ. അപ്പോൾ ഞാനിവിടെ ഓഫീസിലാണ്. ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ഡേ എനിക്ക് കംപ്ലീറ്റായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും കൂടെ ക്ലബ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓഫീസിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ സമയം 12:30 അതുകൊണ്ട് ചെറിയ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാം കാണിച്ചു തരണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ക്യാമറ എടുത്തത്. പരിപാടിയിലാണ്. ഇന്ന് ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിക്കാൻ വന്നു. പിന്നെ അതിൻ്റെ ചെറിയ സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന് ഇപ്പം എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. റിവീൽ ചെയ്താൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ റിവീൽ ചെയ്യാത്തത്. നമ്മളൊരാൾക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം റിവീൽ ചെയ്തില്ല. നമുക്ക് ചെയ്യാം. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സർപ്രൈസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞാണ്. പിന്നെ വേറെന്താണ്, കുറേ ദിവസമായില്ലേ നമ്മൾ സാരി ട്രിപ്പിങ്ങിന് വീഡിയോസൊക്കെ ചെയ്തിട്ടില്ലേ. ഒന്നാമത്തെ കാര്യം നേരം പിന്നെ വീട്ടിൽ ചെന്നിട്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതിയുമ്പോൾ ഞാൻ വീട്ടിലോട്ട് ചെല്ലണം. അപ്പോൾ അതിനിടയ്ക്ക് ഒന്നും നേരം കിട്ടില്ല. ഇന്നലെ ഒരു ദിവസം സൺഡേ ഒരു ദിവസം എനിക്ക് ഷൂട്ട് ചെയ്യാമെന്ന് കണ്ടു. പക്ഷേ കിടന്നുറങ്ങി. കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഇപ്പം നല്ല ചൂടുള്ള ടൈമാണ്. മഴയൊക്കെ ഉണ്ടെങ്കിലും ചൂടിന് ഒരു കുറവുമില്ല. അപ്പം ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് ധൈര്യപോലെ എപ്പോഴും വെള്ളം കുടിക്കാം. ഞാനൊരു ദിവസം ഈ ഒരു ബോട്ടിലൊരു 3 ബോട്ടിൽ വെള്ളമെങ്കിലും ഒരു ദിവസം. ഇതെൻ്റെ കണക്കാണ്. ഇത് 1 ലിറ്റർ അല്ലേ, 1 ലിറ്ററാണ്. ഇതിന് ഒരു 3 ബോട്ടിൽ വെള്ളം ഡെയിലി ഞാൻ കുടിക്കും. വെള്ളം കുടിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇങ്ങനെ അളന്നിട്ട് കുടിക്കുക കേട്ടോ. അത് കൂടുതൽ ഏറെ വെള്ളം കുടിക്കുക. ഇല്ലെങ്കിൽ നല്ല ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ. ചൂടും നമ്മൾ എന്താ പറയുക, എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് മതിയാവില്ല. അതുപോലെ ചൂടാണ്. അപ്പം മാക്സിമം വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേഷൻ മാത്രമായിട്ട് പോകുന്നത് ഇൻഫെക്ഷൻ, സ്റ്റോണും അങ്ങനത്തെ സർവ്വമാന കാര്യങ്ങളും വരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അത് വർക്കിങ്ങിലായാലും പഠിക്കുന്നിടത്തായാലും വീട്ടിലായാലും എവിടെ ആയാലും വെള്ളം കുടിക്കുക. അത് നിർത്തരുത്. പിന്നെ വേറെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുക. പ്രത്യേകിച്ച് വാട്ടർമെലനൊക്കെ അതുപോലുള്ള ഫ്രൂട്ട്സ്, അതായത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സൊക്കെ ഒരുപാട് കഴിക്കുക. അതൊക്കെ ഇപ്പോൾ എൻ്റെ ഫുഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കേട്ടോ.
ഫ്രൂട്ട്സൊക്കെ ഞാൻ കഴിക്കില്ല, അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം കൂടി എനിക്കുണ്ട്, ആദ്യം വെള്ളം കുടിക്കും. കാരണം യൂറിനറി ഇൻഫെക്ഷൻ എൻ്റെ കൂടപ്പിറപ്പായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം കൂടി മസ്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ വെള്ളം കുടിക്കാനിരുന്നിട്ട് പ്രശ്നങ്ങളൊന്നും വരുത്തിയേക്കട്ടെ. അപ്പം വെള്ളം കുടിക്കാൻ. അപ്പോൾ ഗൈസ്, ഞാൻ ഇറങ്ങാനുള്ള സമയമായി. അപ്പോൾ എൻ്റെ 3ാമത്തെ ബോട്ടിലിൽ വെള്ളം തയ്യാറായി. കുറച്ച് പരിപാടികളൊക്കെ വെക്കാനുണ്ട്, കുറച്ചൊന്ന് എഴുതി വെക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ പരിപാടികൾ അവസാനിച്ചു. അപ്പോൾ നമ്മളങ്ങനെ ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പം എന്തായാലും നമ്മൾ ഓഫീസിൽ നിന്ന് വന്ന കുറച്ച് മേക്കപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു വീഡിയോ കൂടെ ഷൂട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിനിയിപ്പോൾ പോയി കുളിച്ച് അടുത്ത മേക്കപ്പൊക്കെ ഇട്ട് ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് കോമ്പാക്ട് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുന്നു, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം ആ വീഡിയോ കൂടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സമാധാനമായി. കുറച്ച് റീൽസൊക്കെ എടുക്കാനായിട്ടുണ്ടായിരുന്നു, റീൽസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ ഒരു റൂം ടൂർ ഞാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ കുറേ ഡെക്കോർ ഐറ്റംസൊക്കെ ഞാൻ കൊണ്ടുവന്ന് നമ്മുടെ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ 1-2 അലകുലുത്ത് കച്ചറ കുറച്ച് പണിയും കൂടെ ഉണ്ട്. അതോടെ കഴിയുമ്പോൾ നമ്മുടെ റൂം ടൂർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ എല്ലാം DIY ഡെക്കോർ ഐറ്റംസ് ആണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് എനിക്കത് കാണിക്കാൻ പറ്റില്ല, കാരണം ഒറ്റയടിക്ക് എല്ലാം കൂടെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്തു എന്ന് എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ ഓരോ നിങ്ങൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു സെക്ഷനൂടെ ചെയ്യാം. കാരണം എനിക്ക് ഒരു സെക്ഷനൂടെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യട്ടെ. ഏട്ടൻ ഫ്രഷ് ആകാൻ പോയേക്കാണ്. അപ്പോൾ ഏട്ടൻ ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വേണം, എഡിറ്റ് ചെയ്ത് എനിക്ക് ഇന്ന് അപ്ലോഡ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എത്രത്തോളം എഡിറ്റ് ചെയ്ത് തീരുമെന്ന് അറിയത്തില്ല. ഇപ്പോഴേ നല്ല ഉറക്കം വരുന്നുണ്ട്, കണ്ണൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യട്ടെ. അതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുഞ്ഞു അടിപൊളി കുട്ടി എൻ്റെ ലൈഫിലെ ഹാപ്പി മൊമെൻറ്റ്സുകൾ മാത്രമേ ഞാൻ എന്ത് ചെയ്യാറുള്ളൂ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ. കാരണം നമ്മുടെ ലൈഫിലെ സങ്കടങ്ങളൊക്കെ നമ്മൾ നാട്ടുകാരെ കാണിച്ചിട്ട് പ്രത്യേകിച്ച് എനിക്ക് ഗുണമൊന്നും കിട്ടത്തില്ല. അപ്പം അതിനെക്കാട്ടി നല്ലത് നമ്മുടെ ലൈഫിലെ കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നൊരു ചാനലാണ്. പിന്നെ കുട്ടി കുറേ ടിപ്പുകളും കാര്യങ്ങളും, വ്ലോഗ്, കുക്കിംഗ്, ക്രാഫ്റ്റ്, അത് ഇത് കച്ചറ കുറേ വീഡിയോസൊക്കെ ഇടുന്ന ചാനലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്തിട്ട് ഞാൻ വരാം. ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഞാനും മടിച്ചു പോകും. ഇന്നിപ്പം ഷൂട്ട് ചെയ്യാനായിട്ടൊരു മൂഡുണ്ട്. അപ്പോൾ ആ ഒരു മൂഡിൽ ഞാനങ്ങ് ചെയ്താൽ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും. ഈ ഒരു മൂഡ് വരാത്തതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ഞാനൊന്ന് ഷൂട്ട് ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അത് എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന്. ഈ ടൈമിലൊക്കെ ഷൂട്ട് ചെയ്തല്ലേ, അപ്പം ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു. കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തിട്ട് ലൈറ്റിങ് ശരിയായില്ലെങ്കിൽ പിന്നെ അതിനെക്കാട്ടി വലിയ തൊന്തരാവും. ഞാൻ പിന്നെ ഷൂട്ട് ഞാനിപ്പോൾ 2ാമത്തെ തവണ ഷൂട്ട് ചെയ്തു. ആദ്യം ഷൂട്ട് ചെയ്തപ്പോൾ തീരെ ക്വാളിറ്റി ഇല്ലാണ്ടായിപ്പോയി, ലൈറ്റിംഗ് ഒന്നും ശരിയായില്ല. പിന്നെ വീണ്ടും ഷൂട്ട് ചെയ്ത സമയം ഇപ്പോൾ 10 മണിയായി. എനിക്ക് കുളിച്ചിട്ട് അതിൽ കയറണമെന്ന് പറഞ്ഞാൽ മതി ഗൈസ്. മിക്കവാറും ഞാൻ ക്യാമറാമാൻമാരെ വെക്കേണ്ടി വരും കേട്ടാ. ക്യാമറാമാൻമാരെ വെച്ച് എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും എല്ലാം അവരെ ഏൽപ്പിക്കണം, എന്നാലേ ഈ ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആവുള്ളൂ. ഒരു വാക്ക് അല്ലേട്ടാ.
ഒരു വേക്കൻസി കിട്ടാലോ. ഒരു ഒഴിവ്. ഒരു ക്യാമറമാൻ്റെ വേക്കൻസി ഉണ്ട്. അതായത് ഞാൻ പോയിട്ടൊന്ന് കുളിക്കട്ടെ. ഇനി എനിക്ക് വയ്യ, തലനക്കാൻ വയ്യ. രാത്രി തലനച്ച് കഴിഞ്ഞാൽ രാവിലെ പനി പിടിക്കും. അതെ, ഞാൻ ഹെയർ പെർമനൻ്റായിട്ട് സ്ട്രൈറ്റ് ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താ? ദോഷങ്ങളും ഗുണങ്ങളും ഒന്ന് പറയുമോ? കൺഫ്യൂഷനല്ല, ചെയ്യണമെന്നുണ്ട് ചെയ്യണ്ടെന്നുണ്ട്. കുറച്ച് പേര് പറഞ്ഞ് കൊള്ളാമെന്ന്, കുറച്ച് പേര് പറഞ്ഞ് കൊള്ളത്തില്ല എന്ന് പറയണം. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല.